അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സിമ്പിളും അതേസമയത്ത് ലളിതവും അതേസമയത്ത് വളരെ ശക്തവുമായ ഒരു പ്രമേയം, വരാന്ത. നമ്മൾ പ്രമേയങ്ങളിൽ തന്നെ പുതുമ കണ്ടെത്തുന്ന ഒരു കാലമാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രമേയങ്ങൾ വളരെ ഘടനയൊപ്പിച്ചതും ശാസ്ത്രീയവും ചർച്ചകൾക്ക് ഒരുപാട് ഇടം നൽകുന്നതുമായ ആലോചിച്ചുണ്ടാക്കിയ പ്രമേയങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപാട് ആലോചിക്കുകയും അതേസമയത്ത് എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് പതിയുകയും ചെയ്യുന്ന വാക്കുകളിലേക്ക് പ്രമേയങ്ങൾ കൊണ്ടുവരാൻ കാണിച്ച ധൈര്യത്തിന് സംഘാടകരെ അഭിനന്ദിക്കുക. വരാന്തയിലുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? അവര് അകത്തുമല്ല പുറത്തുമല്ല. അവരാരും പുറത്താക്കിയിട്ടില്ല, അവരകത്ത് തന്നെയാണ്. എവിടെ നിന്ന് നോക്കുമ്പോൾ? പുറത്തുനിന്ന് നോക്കുമ്പോൾ. എന്നാൽ അവരകത്തുനിന്ന് നോക്കുകയാണെങ്കിലോ അവരാരും അകത്ത് കയറ്റിയിട്ടില്ല, അവർ പുറത്താണ്. രണ്ട് തലത്തിൽ ഇതിനെ സമീപിക്കാൻ തോന്നുന്നു. ഒന്ന്, ആളുകളുടെ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വലിയൊരു ഏരിയ ഉണ്ട്, എബിലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് നമ്മുടെ ലോകത്തിൻ്റെ സകലമാന ഡിസൈനുകളും ആളുകൾക്ക് എല്ലാം സാധിക്കും എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ന ഒരു രീതി. ഉദാഹരണത്തിന്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. എൻ്റെ അടുത്തേക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ വരാറുണ്ട്. അപ്പം ഞാൻ അവരോട് സാധാരണ പറയുന്നൊരു കാര്യം, നമ്മുടെ ലോകം മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും എഴുതാനും വായിക്കാനും അറിയാം എന്ന ധാരണയിലാണ്. ഇപ്പം നമ്മളോട് ഒരാൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം, ബോർഡ് നോക്കിയാൽ മതി, അവിടെ ബോർഡ് ഉണ്ടാകും, ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോം എടുത്ത് തരും, ഇത് ഫില്ല് ചെയ്യേണ്ടതാണ്. കൗണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ബസ്സിൽ പോകേണ്ടതാണെങ്കിൽ ഇന്നത് എഴുതിയ ബസ്സിൽ കയറിയാൽ മതി. ഈ പറയുന്ന, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിലും, സ്കൂളിൽ പിന്നെ ഒരു വിദ്യാഭ്യാസ സംവിധാനം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ പുറത്തുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന സംവിധാനങ്ങളിലും ഈ കുട്ടികളും ഈ മനുഷ്യരൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യും എന്ന അടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അവിടെയാണ് ഈ ഏബിളിസം എന്ന വാക്ക് വരുന്നത്. അതായത് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതും നമ്മൾ പരിപോഷിപ്പിക്കുന്നതും ആ ഏബിളായ ആളുകൾക്ക് വേണ്ടിയാണ്. ഇത് പറ്റാത്ത ആളുകളെ പരിഗണിക്കാതിരിക്കുക, അതൊരു ഏരിയയാണ്. ഇതിന് വലിയൊരു ഒരുപാട് ആശയതലങ്ങൾ അതിൽ സംസാരിക്കാനുണ്ട്, ഫൈസൽ ഉസ്താദിലേക്ക് വരും. രണ്ടാമത്തത് ഒരു നാട്, ഒരു പ്രദേശം എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ കാസർഗോഡിനേക്കാൾ നന്നായി വരാന്തയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആരും ഇല്ല. നമ്മൾ പലപ്പോഴും ഈ പദ്ധതികളെക്കുറിച്ച് വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ വളരെ കൊട്ടിഘോഷിച്ചുണ്ടായ കെ റെയിലിൻ്റെ അലൈൻമെൻറ്റ് വന്നപ്പോൾ ആദ്യം വന്നത് എങ്ങനെയായിരുന്നു? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ. പിന്നെ ആരൊക്കെയോ എന്താണ് കണ്ണൂർ വരെ? അല്ല, കണ്ണൂർ വരെയാണല്ലോ കേരളം. കാസർഗോഡ് കേരളത്തിൻ്റെ വരാന്തയാണ്. അതിനുശേഷം വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതത്തിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് റൈഡ് നടന്നത് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അതും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരുന്നു. അപ്പോഴും കാസർഗോഡ് എവിടെ ഇല്ല, അത് വരാന്തയിലാണ്. വീട് കഴിഞ്ഞു, കണ്ണൂരോട് കൂടി വീട് കഴിഞ്ഞു, പിന്നെ വരാന്തയാണ്. ഇപ്പുറത്ത് കർണാടക വന്നാലും മംഗലാരത്തോടു കൂടി വീട് കഴിഞ്ഞു, പിന്നെ വരാന്തയാണ്. ഈ ഒരു ഏരിയയും കൂടി ഉണ്ട്. രണ്ടും വെച്ച് നമുക്ക് സംസാരിക്കാം. ഇതിനപ്പുറത്തേക്കുള്ള അർത്ഥതലങ്ങളിലേക്കും വ്യാപ്തിയിലേക്കും ഒക്കെ ബഹുമാനപ്പെട്ട ഫൈസൽ ഉസ്താദ് പോകും. ഉസ്താദ് സംസാരിച്ച് തുടങ്ങും. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യം പേര് വരാന്ത കേട്ടപ്പോൾ അതിൻ്റെ മറ്റു ചില ഇമോഷണൽ ആസ്പെക്റ്റിലാണ് പോയിരുന്നത്. ഇപ്പോൾ ഷെരീൻ സാർ അവസാനം സംസാരിച്ച് വെച്ചപ്പം എനിക്കൊന്ന് വരാന്ത എന്നുള്ളത് കേവലം ഒരു സാംസ്കാരിക ചർച്ചയുടെ ഒരു ശീർഷകം എന്നതിനപ്പുറത്ത് വന്ദേ ഭാരതാണെങ്കിലും കേരളയിലാണെങ്കിലും രാത്രി വന്ന് കണ്ണൂരിൽ അവസാനിക്കുന്ന എക്സിക്യൂട്ടീവ് പോലെയുള്ള ട്രെയിനുകളുടെ തിരസ്കാരമാണെങ്കിലും എല്ലാ അർത്ഥത്തിലും വരാന്തയിലേക്ക് തള്ളപ്പെടുന്നൊരു ഭൂപ്രദേശത്തിൻ്റെ പ്രതിഷേധത്തിലൊരു മുദ്രാവാക്യമായി നമുക്ക് വരാന്ത എന്നൊറ്റ വാക്ക് ഉപയോഗപ്പെടുത്താൻ തോന്നും. അതിൽ പ്രകോപനമുണ്ട്, പ്രതിഷേധമുണ്ട്, ആളിക്കത്തുന്ന ദേഷ്യമുണ്ട്, ഈർഷ്യതയുണ്ട്. അതെല്ലാം തന്നെ അക്രമാസക്തമായ വഴിയിലേക്ക് പോകാതെ സർഗാത്മകതയുടെ ഒരു പൂവാക്കി അവതരിപ്പിക്കുന്ന വരാന്ത, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സർഗാത്മകതയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. വരാന്ത ഒരു പ്രതിഷേധം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ
എല്ലായിടത്തും ഇതേപോലെ വരാന്തയിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന ആളുകളെ കാണാം. വളരെയധികം മനുഷ്യപ്പറ്റുള്ള ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി സംസാരിക്കുന്ന ഒറ്റ വാക്കാണ് വരാന്ത എന്ന് പറയുന്നത്. ഞാനിന്ന് രാവിലെ വരുന്നത് തളിപ്പറമ്പ് അൽമക്കറിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. അൽമക്കറിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥാപനമുണ്ട്, സ്നേഹഭവൻ എന്നാണ് അതിൻ്റെ പേര്. പ്രശ്നം എത്രത്തോളം നമുക്ക് അവതരിപ്പിക്കാമെന്നതിനപ്പുറം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ദാർശനിക തലത്തിൽ വെച്ച്, സാംസ്കാരിക തലത്തിൽ വെച്ച്, സെമിനാറുകളിൽ ആഘോഷിച്ച് അതിനെപ്പറ്റി ഉച്ചകോടികൾ ചേർന്ന് ചായ കുടിച്ച് പിരിയുന്നതിന് പകരം താഴെ തട്ടിൽ വെച്ച് എന്ത് പരിഹാരം കാണാമെന്നുള്ളതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഞാൻ സൂചിപ്പിച്ച അൽ മക്കർ സ്നേഹഭവൻ. വരാന്തയിലേക്ക് തള്ളപ്പെട്ട എത്രയോ ജന്മങ്ങൾക്ക് പുനർജന്മം കൊടുത്ത ഒരു സ്ഥാപനമാണ്. ഇന്നും ആ സ്ഥാപനത്തിൽ ജാതി മത വ്യത്യാസമന്യേ വ്യത്യസ്തരായ ആളുകൾ, ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാൽ പോലും അവസാനം ഒരു ഉപയോഗവുമില്ലാത്ത പ്രായമായ ചുക്കിച്ചുളിഞ്ഞ ജരനിറഞ്ഞ നരനിറഞ്ഞ ഉപ്പയെയും ഉമ്മയെയും വേണ്ടാത്ത വരുന്നൊരു കാലഘട്ടമാണിത്. അങ്ങനെ വീട്ടിൻ്റെ വരാന്തയിലേക്കും വരാന്തക്കപ്പുറത്ത് റോഡിൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിരിക്കും, UP-യിൽ നടന്നൊരു വീഡിയോ. ഒരു മധ്യവയസ്കയായ അമ്മയും സ്ത്രീയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും കൂടി നട്ടപ്പാതിരാ നേരത്ത് റോഡിലേക്ക് അങ്ങേയറ്റം പ്രായം ചെന്ന് അവശയായ ഒരു സ്ത്രീയെ ഒരു മയ്യത്തിനെടുക്കും പോലെ രണ്ടുപേരും ചേർന്ന് കരുതലോടെ എടുത്ത് ആരും കാണുന്നില്ലെന്ന് ഉറപ്പിച്ച് റോഡ് സൈഡിലേക്ക് വെച്ച് ഒരു പുതപ്പും വെച്ച് അവർ പോവുകയാണ്. ആ മകൾ രണ്ടാമതും തിരിച്ചു വന്ന് ഒന്നായി മൂടിയത് മയ്യത്താണെന്ന് തോന്നുന്നതെന്ന് കരുതിയിട്ട് മുഖത്ത് നിന്നുള്ള ആ പുതപ്പും കൊണ്ട് മാറ്റി അവർ വണ്ടിയിൽ കയറി പോവാണ്. ആ രംഗം CCTV പുറത്തു വിടുകയുണ്ടായി. ഇതേപോലെ ജീവിതത്തിൽ നിന്ന് വരാന്തയിലേക്കല്ല നടു റോഡിലേക്കും റോഡ് സൈഡിലേക്കും തള്ളപ്പെട്ട ഉറ്റ ജന്മങ്ങൾ ഗർഭപാത്രത്തിൻ്റെ ബന്ധമുള്ള ആ ബന്ധങ്ങളെ പെറുക്കിക്കൊണ്ടുവന്ന് അവർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സൂചിപ്പിക്കാൻ. പിന്നീട് ഞാൻ തളിപ്പറമ്പിൽ നിന്ന് ഇവിടെ ഇങ്ങനെ വന്ന് പഴയങ്ങാടിയിലേക്കാണ് ട്രെയിൻ കയറാൻ വരുന്ന വഴിയിൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഏഴോം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു സ്ഥാപനമുണ്ട്, ഗാർഡിയൻസ് ഏഞ്ചൽ, കാവൽ മാലാഖമാർ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അബ്ദുൾ റഷീദ് സഖാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ, ഞാൻ പറയുന്ന ചെറിയൊരു കിലോമീറ്ററിനുള്ളിൽ 2 സ്ഥാപനങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത ജാതി മതങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട സ്വന്തക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു തരത്തിലുള്ള പരിഹാരമാണ്. ഇസ്ലാം എപ്പോഴും പരിഹാരമാണ്. പ്രശ്നങ്ങൾ ഊതിവീർപ്പിക്കുക, അതിനെ ഒരു ദാർശനിക സമസ്യയാക്കി, ഒരു സാംസ്കാരിക പ്രതിസന്ധിയാക്കി, ചർച്ചയ്ക്കുള്ള ഒരു ഉപ്പാക്കി എന്നത് നിലനിർത്തുക എന്നതല്ല ഇസ്ലാമിക മതമീമാംസയുടെ ദർശനവും ആവിഷ്കാരവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ലെവൽ വെച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. നമ്മളൊക്കെയും ഇതേപോലെ നമ്മുടെ നാടുകളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, തെരുവുകളിൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ജന്മങ്ങളെ കാണാൻ പറ്റും. അയ്യോ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നോക്കി അവരോട് സഹതപിക്കാൻ ആളുകളുണ്ടാവും. പക്ഷെ അതല്ല വേണ്ടത്. സഹതാപം വളർന്ന് അനുതാപമായി, സിമ്പതി വികസിച്ച് എമ്പതിയായി മാറുകയും ഇന്നല്ലെങ്കിൽ നാളെ ഞാനാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ തെരുവിൽ കിടക്കേണ്ടി വന്നത്, ഈ വെയിലും ചൂടും മഴയും കൊണ്ട് കിടക്കേണ്ടി വന്നത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്ന എമ്പതറ്റിക് ബോധ്യത്തോടു കൂടി അവരെ മാറ്റിപ്പാർപ്പിക്കുവാൻ ശ്രമമായിരിക്കണം നമ്മുടെ ഈ ചർച്ചയുടെ ഫലം എന്ന് സൂചിപ്പിക്കുകയാണ്. വളരെ സമൂഹത്തിൽ വളരെ ഒരു പെയിനിങ് പോയിൻ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. കാരണം കേരളം പതിയെ വൃദ്ധന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ 5 ജില്ലകളിലെ പുതിയ കുട്ടികളുടെ എണ്ണം തുലോം കുറവാണ്. കഴിഞ്ഞ സ്കൂൾ അഡ്മിഷൻ വന്ന സമയത്ത് കേരളത്തിൽ 5 ജില്ലകളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് താഴോട്ടെണ്ണിയാൽ ആദ്യം ലഭിക്കുന്ന 5 ജില്ലകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. സാമൂഹികമായ, മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറേ വിഷയങ്ങൾ. എന്തായാലും അവിടെ കുട്ടികളില്ല.
കുട്ടികൾ സ്കൂളിൽ വരുന്നില്ല എന്നതിൻ്റെ അർത്ഥം നാളെ അവിടെ യുവാക്കൾ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ ആരാണ് ബാക്കിയാവുക? വൃദ്ധരായ ആളുകളാണ് ബാക്കിയാവുക. കേരളത്തിന് പെട്ടെന്ന് വയസ്സാവുന്നുണ്ട്. ഈ വയസ്സായ ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇനി സമ്പത്തുണ്ടെങ്കിൽ പോലും ഇവരെ കെയർ ചെയ്യാനുള്ള ആളുകൾ വേണം, ഇവർക്കുള്ള ഫെസിലിറ്റീസ് വേണം, അവിടെ നേഴ്സ് വേണം, കെയർ ടേക്കർ വേണം. ഇതൊക്കെ ഒരു മേഖല നമ്മളവിടെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നു. നമ്മളുടെ ഈ വരാന്തയിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും പാവപ്പെട്ടവരാണ് എന്നൊരു തോന്നൽ ഉസ്താദിനുണ്ടോ? സാമ്പത്തികമാണോ ഈ വരാന്തയിലേക്ക് നിർത്തുന്നത്? അല്ല. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ചില മേഖലകൾ പറയാം. അപ്പം സ്കൂളിൽ മിഠായി, പായസം, മധുരം, ബോളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെയാണ് ആഘോഷം. മധുരം കൊടുക്കുക എന്നുള്ളത് വളരെ ആഘോഷപൂർവ്വമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതും അതിൻ്റെ മധുരത്തിൻ്റെ, പായസത്തിൻ്റെ, പഞ്ചസാരയുടെ, കൽക്കണ്ടത്തിൻ്റെ, ചക്കരയുടെ ഒക്കെ ടേസ്റ്റാണ് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം എന്നിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 5000-ഓളം കുട്ടികൾ ടൈപ്പ് എ ഡയബറ്റീസ് ഉള്ള കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പഞ്ചസാര അവർക്ക് കൊടും വിഷമാണ്. അവർക്കൊരു തരത്തിലുള്ള മരുന്നും പഞ്ചസാരയും കൊടുക്കാൻ പറ്റില്ല. അവരുടെ നോർമൽ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെ അവർക്ക് ഇൻസുലിൻ പമ്പ് അറ്റാച്ച് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. ചെറിയ പ്രായത്തിൽ ഡയബറ്റീസ് ഉള്ള കുട്ടികളെ നേരത്തെ ഒന്നും തിരിച്ചറിയാറില്ല. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പലപ്പോഴും മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ല. ഡയബറ്റീസ് ഉള്ള കുട്ടികളെ തിരിച്ചറിയുന്നു, അവരെ ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു, അവർക്ക് വേണ്ടി കെയർ ടേക്കർ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കുറേ കാലം ജോലി ചെയ്ത ഒരാളുടെ കുട്ടി ഡയബറ്റിക്. അപ്പം ആ കുട്ടിക്ക് വേണ്ടി അവരുടെ വീടിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും അവർക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നു. അവിടെ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നതയിൽ നിൽക്കുന്ന ഒരു കുടുംബം. ആ കുട്ടിക്ക് വേണ്ടി ഒരു പ്രത്യേകം കെയർ ടേക്കർ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഷെഡ്യൂളുകൾ കൃത്യമായിരുന്നു, ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം റീഡിഫൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ സ്കൂളുകളിലുള്ള ഈ 5000-ഓളം ടൈപ്പ് എ ഡയബറ്റിക് ഉള്ള കുട്ടികൾ യഥാർത്ഥത്തിൽ അവർ വരാന്തയിലാണ്. ആഘോഷത്തിലെവിടെയും അവരില്ല. അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല, അവരെക്കുറിച്ച് നമ്മൾ പറയാറില്ല, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ആലോചിച്ച് നോക്കിയേ, പഞ്ചസാര വിഷമായ ഒരു സമൂഹം എങ്ങനെയാണ് മധുരം കഴിച്ചും ചോക്ലേറ്റ് കഴിച്ചും മിഠായി കഴിച്ചും പായസം കഴിച്ചും പാലട കഴിച്ചും പ്രഥമം കഴിച്ചും ആഘോഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഡിസൈനിൽ എപ്പോഴെങ്കിലും അവർ കയറി വന്നിട്ടുണ്ടോ? ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഭക്ഷണങ്ങൾ ദൂരത്താക്കുന്ന ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അതല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. അതിൽ പലതും ഇവിടെ ഒന്നും കൂടി ഈ ഏബിളിസം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു കുറവ് അവർക്കുള്ളത് അവരുടെ തെറ്റുകൊണ്ടല്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറ്റിപ്പോയതല്ല, അവർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടോ അവരെന്തെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല. ബൈ ഡിഫിനിഷൻ അവരങ്ങനെയാണ്. അത് അവരുടെ ഒരു തെറ്റായി കാണാതെ എങ്ങനെയാണ് അവർ ഇൻക്ലൂസീവ് ആക്കി വെക്കുക. ഈ രണ്ട് വിഷയങ്ങളിൽ കൂടി ഒന്ന് ഉസ്താദിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ, ലൈക്ക് ഒന്ന്, ഈ സാമ്പത്തികമാണോ ഈ പറയുന്ന വരാന്തയിൽ നിർത്താനുള്ള ഒരു കാരണം? രണ്ട്, ഈ ആരോഗ്യപരമായ വരാന്തക്കാർ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, ഇപ്പം ഡിസബിലിറ്റി സെക്ടർ അവിടെ ഉണ്ട്. എൻഡോസൾഫാൻ ഇരകൾ താമസിക്കുന്ന എൻമഗജെ ഇവിടുന്ന് ഒരുപാട് ദൂരത്തല്ല. അവിടെയുള്ള ഒരു നവജീവൻ്റെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളുകളിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സമയം കണ്ടെത്തി പോകണം. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ബഡ്സ് സ്കൂളുകളുണ്ട്, അവിടെ ഒന്ന് പോകണം. എൻഡോസൾഫാൻ വില്ലേജിൻ്റെ മുള്ള ഏരിയയിൽ പറ്റുമെങ്കിൽ ഒന്ന് പോകണം. ഇത് ഒരു ഏരിയയാണ്. അതല്ലാതെ തന്നെയുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളതിലേക്കൊന്ന് പോയാലോ ഉസ്താദ്? എന്താണ് സാമ്പത്തികവും ഇതും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആരോഗ്യവും ഇതും തമ്മിലുള്ളൊരു കണക്ഷൻ? സാമ്പത്തികമാണോ എന്ന് ചോദിച്ചാൽ ചില ഘട്ടങ്ങളിൽ സാമ്പത്തികമാവും. എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളത് കൊണ്ടായിരിക്കും. വല്യപ്പാക്ക് നല്ല സമ്പത്തുണ്ട്, വല്യപ്പാക്ക് വയസ്സായില്ലേ, ഇനി എന്തിനാ സമ്പത്ത് പിടിച്ച് നിൽക്കുന്നത്? അതിങ്ങ് തന്നൂടെ, ഇനി ഞങ്ങളുടെ കാലമല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉപ്പാന അല്ലേ വല്യപ്പാന പറഞ്ഞ പാട്ടിലാക്കി അത് എഴുതി വാങ്ങിക്കുക. അപ്പോൾ സാമ്പത്തികമാണ്. എന്നാണോ രേഖ കയ്യിൽ കിട്ടുന്നത് എന്നുവെച്ചാൽ സാമ്പത്തികം ഉള്ളതാണ് പ്രശ്നം എന്നാ അർത്ഥത്തിൽ. അവർ പൈസ ഉള്ളതുകൊണ്ട് കുടുങ്ങിയ ആളാണ്, ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഒരു അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത്
ഞാൻ എപ്പോഴും ആലോചിക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളൊരു ഹദീസിൽ കാണാം, ഞാൻ എൻ്റെ പിൽക്കാല സമൂഹങ്ങൾക്ക് ഇനി ലാ ഖാഫുൽ ഫഖറ, ദാരിദ്ര്യം പട്ടിണി എനിക്ക് ഭയക്കുന്നേ ഇല്ല. എൻ്റെ പിൽക്കാല സമൂഹങ്ങൾ പട്ടിണി ഉണ്ടായി എന്ന് കരുതിയാൽ പോലും അതുകൊണ്ട് വേറൊന്നും ഞാൻ പേടിക്കുന്നില്ല. പക്ഷേ ഞാൻ പേടിക്കുന്ന കാര്യം തുഫ്തവു ഖസായിനുൽ അർദ്, ഈ ഭൂമിക്കടിയിലെ നിധികുംഭങ്ങൾ, ഖനിജങ്ങൾ പുറത്തേക്ക് വരുന്നത് എനിക്ക് പേടിയാന്ന് പറയുന്നുണ്ട്. അത് സാധാരണ നമ്മൾ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്, അതായത് സമ്പത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാല്യൂസുമായിട്ട് കോംപ്രമൈസ് ചെയ്യും, അങ്ങനെയാണ്. ധാരാളം സമ്പത്ത് വരുമ്പം വലിയ വീട് വേണ്ടി വരും, വലിയ കോട്ട വേണ്ടി വരും, കൊട്ടാരം വേണ്ടി വരും, സാധാരണ ഫുഡ് വേണ്ടാതെ വരും, അങ്ങനെ ലാവിഷ്നെസ് കൂടും. അത് രണ്ടും ഒത്തുപോകാൻ സംഗതിയാണ് പല ആളുകൾക്കും. വളരെ അപൂർവ ആളുകൾക്കുമാണ് സാമ്പത്തികമായ പ്രൗഢിയും തഖ്വയും ഒന്നിച്ചു പോകാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചിരുന്നു. അതേസമയം ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾക്കത് പറ്റി, അതുകൊണ്ട് ഇറങ്ങി ഓടിയത്. ഒന്ന്, ഈ സാമ്പത്തികമായ ധന്യത കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഞാൻ ചോദിപ്പിക്കുന്ന ഈ ഹദീസിൽ ഞാൻ സാധാരണയായിട്ട് സൂചിപ്പിക്കുകയാണ്, നമുക്കറിയാം വിദേശ രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് അറേബ്യൻ GCC രാജ്യങ്ങളെ യൂറോപ്യൻ കഴുകന്മാർ കണ്ണുവെക്കുന്നത് ഇപ്പറഞ്ഞ സംഗതി കൊണ്ടാണ്. തുഫ്തവു ഖസായിനുൽ അർദ്, എന്നാണോ പെട്രോൾ കണ്ടെത്തിയത് അതിൻ്റെ ശേഷമാണ് ഇവിടെ നമുക്ക് വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവർ നമുക്ക് വേട്ടയാടണം, ഇവർ വേട്ടയാടപ്പെടേണ്ടവരാണെന്ന് വന്ന് അതിന് മുമ്പൊക്കെ അവർ കക്ക പെറുക്കി മീൻ വെച്ചും ജീവിച്ച ആൾക്കാരായിരുന്നു. അന്ന് ഇവരെ പിന്നാലെ പോയിട്ടില്ല, അന്നാരും വന്നില്ല. ഞാൻ പറഞ്ഞ ഈ ഹദീസിന് രണ്ടാമതൊരു അർത്ഥം, ഇങ്ങനെ അർത്ഥം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഗ്ലോബൽ ഒരു ആപ്ലിക്കേഷൻ അതാണ്. ആദ്യം പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ്, ഇത് ആർക്കും തന്നെ സമ്പത്ത് വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന പത്രാസ് പ്രൗഢി വെച്ചുണ്ടാവും, ഇങ്ങനെ ആയിരിക്കാം. ഞാനിത് വെറുതെ പറയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അൽമക്കർ സ്നേഹഭവനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ B.Ed കോളേജിലെ ടീച്ചർ ടെന്നീസിനെ ഞാൻ കാണാൻ പോയി. അപ്പോൾ അവിടുത്തെ ഒരു മിഥിലാജ് അമാനി അദ്ദേഹം പറയാണ്, ഇതാ ഈ കാണുന്ന ഇപ്പം ഇല്ലേ, ഇയാൾ 2 ആഴ്ചമാണ് ഇവിടെ എത്തിയത്. 85 ലക്ഷം വില വരുന്ന പ്രോപ്പർട്ടി സ്വന്തം മകൾക്ക് എഴുതി കൊടുത്ത് 2ാമത്തെ ദിവസം അടിച്ചിറക്കി എന്ന് പറയുന്ന കഥ പറയല്ല, ആൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തെ 2 ആഴ്ച മുമ്പ് സ്വന്തം മകൾ അടിച്ചിറക്കിയത് എഴുതി കിട്ടിയ ശേഷമാണ്. പിന്നെ ഞാൻ പറയുന്നത് സാമ്പത്തികം ഈ ഹദീസിൽ പറയുന്നത് സമ്പത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തിരസ്കരിക്കപ്പെടും. അപ്പോൾ ആത്യന്തികമായി സമ്പത്തുമല്ല മതമൂല്യം. ഇതെൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്. ഇവിടെ നേരത്തെ സാർ ഏബിലിസത്തെ പറ്റി പറഞ്ഞു. ഏബിലിസത്തിൻ്റെ അടിസ്ഥാനം, അതിന് നങ്കൂരമിട്ടിരിക്കുന്നത് യൂട്ടിലിറ്റി തിയറിയിലാണ്, യൂട്ടിലിറ്റേറിയനിസം. ഒരു വസ്തുവിന് ഉപയോഗമുണ്ടോ, ഉണ്ടെങ്കിലും ഓക്കെ, ഇല്ലേ അതില്ല, അത് വളരെ ലോജിക്കലാണ് അല്ലേ. നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചു, എന്തിനാണ് വണ്ടി വാങ്ങുന്നത്? യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് വീഴുന്നില്ല, 1 കിലോമീറ്റർ പോയാൽ പിന്നെ ബ്രേക്ക് പൊട്ടിപ്പോകുന്നു. ഈ വണ്ടി നമ്മൾ വെച്ചിരിക്കൂലല്ലോ, നമ്മൾ ഒഴിവാക്കും. പശുവിനെ വാങ്ങി എന്തിനാണ്? പാല് കിട്ടാൻ വേണ്ടി. 4-5 കൊല്ലം നല്ല പാല് കിട്ടി, പിന്നെ കറക്കാമ്പോൾ പാലിട്ട് ചവിട്ടാ കിട്ടുന്നത്. കുറേ ശ്രമിച്ചു നോക്കി, ഒന്നും കിട്ടുന്നില്ല, പിന്നെ പശു വേണ്ടല്ലോ, അത് നമ്മൾ തട്ടിക്കളയും. ഇതാണ് യൂട്ടിലിറ്റി തിയറിയുടെ അടിസ്ഥാനം. ഇത് ലോജിക്കലാണ്. പക്ഷേ മനുഷ്യൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്, മാനുഷിക മൂല്യം എന്ന് പറയുന്നത് ഭൗതികമായ പദാർത്ഥപരമായ യൂട്ടിലിറ്റിയിൽ ഒതുങ്ങുന്നതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള സംഗതിയാണ്, അതിൻ്റെ അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്, പിന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് പ്രായമായാൽ ഇമ്മാ യബുകളിൻ അഹദുക്കുമ ഔ കിലാഹുമ, അല്ലേ, 2 പേരിൽ ഒരാൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ വഖ്ഫിദ് ലഹുമ ജനാഹദുല്ലി മിനർ റഹ്മ. എത്ര ഇത് വെച്ചിട്ടാണ് പറയുന്നതെന്നറിയോ? വഖ്ഫിദ് ലഹു, താഴ്ത്തി കൊടുക്കണം, ജനാഹദുല്ലി, താഴ്മയുടെ ചിറകിനെ, മിനർ റഹ്മ. അത് പ്രത്യേകം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൊണ്ട് എന്താ കാര്യം? ഇവരെ ചികിത്സിക്കണം, ഇവരെ അവിടെ ഇവിടെയൊക്കെ തുപ്പി വെക്കുന്നു, ഇവരെ അശണ്ടയാക്കുന്നു, ഇവരെ മാലിന്യമാക്കുന്നു, അല്ലേ? ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായി പരിക്കണമെന്ന് ഖുർആൻ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നേരെ സ്വയം സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമാണെന്ന് വെച്ചാൽ ചില ഘട്ടങ്ങൾ മാത്രം വരുന്ന, അടിസ്ഥാനപരമായിട്ട് നമ്മളിലുള്ള മാനവികത, ധാർമ്മികത ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നു, നമ്മളൊക്കെ പദാർത്ഥങ്ങളായി മാറുന്നു, നമ്മളൊക്കെ ലോജിക്കലായി മാറുന്നു എന്നുള്ള ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ചോദിച്ചത് പൈസ ഇല്ലാത്തതാണോ പ്രശ്നം എന്നാണ്. ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞത് പൈസ ഇല്ലാത്തതല്ല പ്രശ്നം, പലപ്പോഴും പൈസ ഉള്ളതാണ് പ്രശ്നം. ഇപ്പം ഈ ഗൾഫ് കൺട്രീസിനെ വേട്ടയാടാൻ കാരണം അവരുടെ മണ്ണിൻ്റെ അടിയിൽ പെട്രോളുണ്ട്. ഇന്ത്യയിലേക്ക് എന്തിനാണ് ബ്രിട്ടീഷുകാർ വന്നത്?
ഇന്ത്യയിലേക്ക് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ എല്ലാ രാജ്യക്കാരും വന്നത് കുരുമുളക്, ഏലം തുടങ്ങിയ കടത്താൻ വേണ്ടിയാണ്. അതെ, ഇവിടെ സമ്പത്ത് ഉണ്ടായിരുന്നു. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് സൈഡ് ലൈൻ ആവാനുള്ള അല്ലെങ്കിൽ ആവാനുള്ള ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് ഒന്ന്. സമ്പത്തില്ലാത്ത കുടുംബങ്ങളിൽ നേരത്തെ അവർ പട്ടിണിയോടുകൂടി പരിവട്ടം ജീവിച്ചതിൻ്റെ ഓർമ്മ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും അവർ നന്നായി മാതാപിതാക്കൾ നോക്കുന്നതായാണ് കാണാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ പുതിയ തലമുറയിൽ ശരിക്ക് എനിക്ക് അവരോട് ഭയങ്കര സ്നേഹം ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ ഇൻക്ലൂസീവ്നെസ് അവരുടെ അടുത്ത് കൂടുതലാണ്. ഒരു കുട്ടിയെ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു കുട്ടിയെന്ന് എന്തായിക്കോട്ടെ ഏത് സിസ്റ്റത്തിനായാലും അവർക്കൊരു കുറവുണ്ട് എന്നതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാരണവശാൽ ഹർട്ട് ചെയ്യാനോ ഈ കുട്ടികൾ തയ്യാറാവാറില്ല. പലപ്പോഴും ഞാൻ കാണുന്നത് ആ കുട്ടി ഒപ്രസ്ഡ് ആയ ആ കുട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം കുറേ നമ്മളിപ്പോൾ ആ വാക്കുകളൊക്കെ പുതുതായി കടന്നു വന്നു, ബോഡി ഷെയ്മിങ് എന്നൊക്കെ. പണ്ട് കാലത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ നീളമുള്ള ആളുകൾക്ക് നീളം വെച്ചിട്ട് ഒരു പേര് അയാൾ വിളിക്കാറുണ്ടായിരുന്നു അല്ലേ? നമ്മളിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നീളമുള്ള ആൾക്ക് ഒരു വട്ടപ്പേര് നീളത്തിൻ്റെ പേരിലുണ്ടാവും, ഇരട്ട പേരുണ്ടാവും. ഹൈറ്റ് വളരെ കുറഞ്ഞ ആളുകൾ അതിൻ്റെ പേരിൽ വിളിക്കപ്പെടും. കണ്ണിന് കുറച്ച് ഒരു ഉരുണ്ടുള്ള ആളുകൾ, ഞാൻ തന്നെ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. കണ്ണ് കുറച്ച് ഉരുണ്ടിട്ടുള്ള ആളുകളെ അത് വെച്ചിട്ട് വിളിക്കും. കണ്ണിൻ്റെ ഉള്ളിൽ നമ്മളെ കളറ് വ്യത്യാസമുള്ള ആളുകളെ ആ പേരിലാണ് അറിയപ്പെടുക. അവരെ പറയൽ തന്നെ ഇന്ന ആൾ ഇന്ന രീതി, അത് അയാളുടെ ഒരു ബോഡി ഫീച്ചറുമായി വന്നിട്ട് അതൊരു കുറവായിട്ടോ ഒരു കുഴപ്പമായിട്ടോ. ഇപ്പോൾ കാലിന് കുറച്ച് കാലികമായ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ആളെ അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും. കൈക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് വെച്ചിട്ട്, ഇനി ഏതെങ്കിലും അവയവത്തിന് അതൊരു ഡിസബിലിറ്റിയോ ഡിസ്ഫങ്ഷൻ ആവണമെന്നില്ല, രണ്ടും ആവാം. ഇപ്പം ചില ആളുകളുടെ കഴിവ് കൂടിയാലും അവരത് വെച്ച്, ഹൈറ്റ് കൂടിയ ഒരാളെ പേര് വിളിക്കുന്നത് കുറവായതുകൊണ്ടല്ല, കൂടുതലായതുകൊണ്ടാണ്. തടി കൂടിയ ഒരാളെ പേര് വിളിക്കുന്നത് തടി കൂടിയതുകൊണ്ടാണ്, കുറഞ്ഞതുകൊണ്ടല്ല. ഈ പറയുന്ന രീതിയിൽ ഒരു ബോഡി വെച്ചിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം വളരെ കോമൺ ആയിരുന്നു. എങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയേ, ആ കുട്ടികളുടെ അടുത്ത് അതില്ല, അവരതിന് തയ്യാറല്ല, അത് ശരിയല്ല എന്ന രീതിയിൽ. സ്കൂളിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വേണ്ടി എണീറ്റ് നിൽക്കാൻ ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ തയ്യാറാവുന്നുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള, ആ കുട്ടി അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്ന ഒരു ചിന്തയിലേക്ക് നമ്മളുടെ സമൂഹം കടന്നു വന്നിട്ടുണ്ട്. അതൊരു തുടക്കമാണ്. ഉസ്താദിനെന്ത് തോന്നുന്നു? അതിനപ്പുറത്തേക്ക് പിന്നെ ഇതേ കൺസെപ്റ്റ് വേറൊരു സ്ഥലത്ത് ലോകാടിസ്ഥാനത്തിൽ വളരെ പോപ്പുലറായി ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഒന്ന് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിൽ എല്ലാവർക്കും ഭയങ്കരമായ കെയറാണ്. LGBTQ എന്ന് പേരിട്ടിട്ട് എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾ നടത്തിക്കൊള്ളട്ടെ, അതിനൊന്നും ആരും എന്ന് പറയാൻ പാടില്ല, ഒരു തടസ്സവും പറയാൻ പാടില്ല. അവരതിൻ്റെ പേരിൽ അവരതിൻ്റെ പേരിൽ പരിഹരിക്കാനോ പരിശ്രമിക്കാനോ പാടില്ല, പരിഗണന മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ലിബറലിസ്റ്റ് ആശയം കൊണ്ടുവരികയും ആ ഒരു ഏരിയയിൽ മാത്രം ഈ പരിഗണന ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഇൻക്ലൂസീവ്നെസ് സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ LGBTQ സമൂഹം മാത്രമേ കാണാറുള്ളൂ. ബാക്കിയുള്ള ആരെയും ഇൻക്ലൂസീവ് ആവുന്നിടത്തേക്ക് ഈ ചർച്ച വരാറില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആളുകൾ, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഡിസബിലിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ബാക്കി സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഈ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇത് മാത്രം ഒരു പ്രത്യേകത ആവുന്നത്? ശരിക്ക് വളരെ സമർത്ഥമായൊരു കാപട്യം, ഒരു കുതന്ത്രമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാക്കയുടെ കൂട്ടിൽ ചെന്ന് മുട്ടയിട്ട കുയിലെന്നൊക്കെ പറയുന്നത് പോലെ വേഷം മാറി വന്ന ഒരു കടന്നുകയറ്റാണത്. ഈ LGBTQ-ൽ യഥാർത്ഥത്തിൽ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഇൻ്റർസെക്സ്. ജന്മന സാധാരണ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. ട്രാൻസ്ജെൻഡർ ആശയം വേറെയാണ്. ട്രാൻസ്ജെൻഡറിന് ശാരീരികമായിട്ട് പ്രശ്നമൊന്നുമില്ല, അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അറബിയിൽ ഹുൻസ എന്ന് പറയുന്ന, ശരിക്കും ഹുൻസ എന്ന് പറയുന്നത് അതായത് രണ്ട് മെയിൽ ഫീമെയിലിൻ്റെ മിഡ് പോയിന്റ് നിൽക്കുന്ന ആ എക്സ്ട്രീം സ്ഥാനം. അവർക്ക് ശാരീരികമായിട്ട് തന്നെ ഒരുപക്ഷെ സ്ത്രീയുടെയും പുരുഷൻ്റെയും അവയവങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവില്ല. ശാരീരികമായിട്ട് തന്നെ അവരങ്ങനെയാണ്. അത് റിയൽ പ്രോബ്ലമാണ്. അത് മാത്രമാണ് പ്രോബ്ലം. ഇതാണ് ശരിക്കുള്ള പ്രോബ്ലം. ഇവർക്ക് എന്ത് ചെയ്യണം? ഇസ്ലാമിൽ വകുപ്പുകളുണ്ട്. കാരണം അവിടെ തന്നെ ഒരുപാട് പറയേണ്ട. അവിടെ ഇപ്പോൾ ഹുൻസയെ തന്നെ ഇസ്ലാമിൽ ഫിഖയിൽ മൂന്നായി തിരിക്കുന്നുണ്ട്. ഹുൻസൽ മുഷബ്ബഹു ബിർ റിജാൽ,
ഹുംസൽ മുഷബോ ബിൻ നിസാ ആ രണ്ടല്ലെങ്കിൽ ഹുംസൽ മുഷ്കിൽ. ഹുംസൽ മുഷ്കിൽ ഉണ്ടായാലും വളരെ അപൂർവമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈംഗികമായ ഓറിയൻറ്റേഷൻ നോക്കിയിട്ട് അദ്ദേഹത്തെ ആണാണോ പെണ്ണാണോ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തിൽ സർജറി നടത്താൻ അങ്ങനെ ആവാനും വകുപ്പുകളുണ്ട്. ഉണ്ട്, അങ്ങനെ ചെയ്യാം, ഉണ്ട്, ശരിയായി ചെയ്യാം, അതിന് വകുപ്പുണ്ട്. തിരിച്ചുമുണ്ട്. അല്ലാതെ ലിസാലാണെങ്കിൽ അതിലേക്ക് പൂർണ്ണമായി മാറാനുള്ള സർജറി നടത്തുന്നതിന് ഇസ്ലാം അനുകൂലമാണ്. ഉണ്ട്, അത് കുഴപ്പമില്ല. ഇത് പറഞ്ഞതൊന്നുമല്ല. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ നിങ്ങൾ വിചാരിച്ചൊന്നല്ല. അവർക്ക് ശാരീരികമായിട്ടൊന്നുമില്ല. ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പെർഫെക്റ്റ് 100% സ്ത്രീയാണ് അവൾ. ശരി, ഒരു സ്ത്രീക്കാണ് എല്ലാ അവയവങ്ങളും തുടിപ്പും എല്ലാം ഉണ്ട്. ട്രാൻസ്ജെൻഡർ മെയിൽ എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാനസികമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ ഇപ്പം നമ്മളിടയിൽ ഈ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ചിട്ട് ഒരാൾ പെട്ടെന്ന് സാഹിത്യം ഓടി വന്ന ഉറക്കത്ത്. അപ്പോൾ എന്താ കിട്ടിയത്? ഉമ്മാൻ്റെ മാക്സി എന്നല്ല പറയുക, നൈറ്റി അല്ലേ സാരി കൊടുത്ത് വന്നു. ഇവിടെ അയാൾക്ക് ആളിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സാരിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് മാറാനുള്ള വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും. സ്വാഭാവികമാണ്, അത് പ്രശ്നമാണ്, അല്ലാണ്ട് അത് ആക്കുന്നൊന്നല്ല. അല്ലെങ്കിൽ ഒരു ഗേൾ എന്ത് ചെയ്തു, അറിയാതെ ഒരു വേഷ്ടിയും ഒരു കള്ളിയും കൊണ്ട് ഒരു കുപ്പാക്കിട്ട് വന്നാൽ അയ്യോ എനിക്കൊന്ന് മാറണം എന്നുള്ള പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം മാനസികമാണ്, ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടത്. മറ്റൊരു ചികിത്സിക്കാൻ പറയുന്നത് പോലത്തെ ഇതും എന്ത് ചെയ്യാം, ഇതിന് ചികിത്സ എന്താണ്? ശരൺ സാർ സൈക്കോളജിസ്റ്റാണ്. അവരെ പോലുള്ള ആളുകളിലൂടെ കൗൺസിലിങ്ങിലൂടെ കുറേ മാറ്റാൻ പറ്റും. അതിനപ്പുറത്തേക്ക് അതിനുള്ള ഹോർമോൺ ചേഞ്ചുകൾ മാറ്റാം. ഹോർമോൺ എന്തെല്ലാം കളി കളിക്കും നമ്മുടെ ശരീരത്തിൽ. ചില ആളുകൾക്ക്, ഞാൻ ആ ഭാഗത്തേക്ക് വല്ലാതെ പോലെ ഒരു കാരണമില്ല, വിഷാദം ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര സങ്കടം. എന്താ സങ്കടത്തിന് കാരണം? കച്ചവടം പൊട്ടി, കച്ചവടം സങ്കടം ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ? പ്രേമം പൊട്ടി, പ്രേമം ഉണ്ടാവുമല്ലോ, ഉറപ്പന്നല്ലേ. ചില ആൾക്ക് സങ്കടം തന്നെ സങ്കടം. എന്താ കാരണം? സങ്കടപ്പെടാൻ ഒരു കാരണവും ഇല്ലാണ്ട് തന്നെ അത് ആൾക്കാരുണ്ടാവും. ഒരു കാരണവും ഫൈനാൻഷ്യലി സൗണ്ടാണ്, കുടുംബത്തിലുണ്ട്, ബിസിനസ്സിൻ്റെ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താ? അയാളുടെ ഉള്ളിൽ നിന്ന് കെമിക്കൽ ഇംബാലൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുള്ള. അങ്ങനത്തെ ആൾക്ക് എന്താ പരിഹാരം? അതിൻ്റെ മെഡിസിൻ കൊടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഏത് സമയത്തായി 12 ഒരു മണിക്കൂറൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് വിശക്കും. സ്വാഭാവികമാണ് അല്ലേ? വിശന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി വന്ന് ശരീരം സാർ മുമ്പിലിട്ട് എനിക്ക് വിശക്കുന്നു എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യാന്നാൽ സാർ എന്ത് ചെയ്യും? 1 മണിക്കൂർ കൗൺസിൽ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? വിശപ്പ് കൂടും. കാരണം ഉച്ച സമയമല്ലേ. അത് സാറ് പറയും വിശപ്പ് എന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. സോമാലിയൊക്കെ ഭയങ്കര വിശപ്പില്ലേ, ഡേഞ്ചി ഇങ്ങനെ പറഞ്ഞാൽ വിശപ്പ് കൂടുകയ്യ, മാറൂല. അതിന് പരിപാടി നല്ലോണം ചോറ് കറിയും കൂടി പരട്ട് തിന്ന് തന്നെ എൻ്റെ പരിപാടി പറഞ്ഞു കുഴച്ച് തിന്നണം, കറി വെച്ചിട്ട് വിശപ്പാട് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ. അതിന് മെഡിസിൻ, കറക്റ്റ് മെഡിസിൻസ് ഉണ്ട്, അതെടുത്താൽ മാറും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണിന് പൂർണ്ണമായ പെണ്ണായി ശരി ഒരു പെണ്ണിന് തോന്നും ഞാൻ ആണാണ് തോന്നുമ്പോൾ ഓളോട് പറയും നിനക്ക് ഒരു കൗൺസിൽ ചെയ്യാൻ, അത് ചെയ്യാൻ പാടില്ല, ഇത് ഇവിടെ അവകാശമാണ് ഇങ്ങനെ മാറ്റരുന്ന്. എന്നിട്ട് പൂർണ്ണമായും പെണ്ണായ ഒരു മണ്ണിനെ ഒരു സ്ത്രീയെ ഹോർമോൺ കൊടുത്ത് നിരവധി സർജറി നടത്തിയിട്ട് ആണാക്കി മാറ്റുക. ഒരു കാലത്തും ആണാവില്ല. കാരണം പെണ്ണായ ഒരാളുടെ ശരീരത്തിൽ ഓരോ മൈക്രോ കോശങ്ങളും പെണ്ണാണ്. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഫിറ്റിങ് വെച്ച് അതിങ്ങനെ നമ്മൾ ഹോർമോൺ അടിച്ച് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നല്ലാതെ എന്നാണോ ഹോർമോൺ അടി കുറേ അന്ന് ചുങ്ങിപ്പോവും. അങ്ങനെയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയാണ്, ഇതിൻ്റെ പിന്നിലുള്ളത് ബിസിനസ്സാണ്. കാരണം ഇങ്ങനെ 1000 പിരാന്തന്മാർക്ക് വന്നാൽ ഈ ഒരു മെഡിക്കൽ രംഗത്ത് ഒരുപാട് ചികിത്സകൾ ഇങ്ങനെ വരും. ലക്ഷക്കണക്കിന് സർജറികൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സുകൾ, അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അതിന് വേണ്ടി വാദിക്കാനുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർസെക്സ് എന്ന് പറയുന്ന ബേസിക്കലി ജെന്യുവൻലി പ്രോബ്ലമായ ആളുടെ തോളെ പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു മാഷാണെന്ന് ചോദിക്കും, ഒരു ക്ലാസ് അധ്യാപകനാണ്. ഒരു കുട്ടി ലേറ്റായിട്ട് വരുന്നു. എന്താ മോനെ ലേറ്റായത്? സാർ ഞാൻ വരുന്നത് നല്ല മഴയല്ലേ, ഇതാ ചെളിയിൽ ഊരിക്കുത്തി വീണ് എൻ്റെ കാല് ലിഗ്മെൻ്റ് പൊട്ടി, ഇതാ ഡ്രസ്സ് ചെയ്തിട്ട് വരും, എൻ്റെ കാല് കാണുന്നില്ലേ, ഓക്കെ ഇറ്റ് ഈസ് പ്രോബ്ലം, ഓക്കെയാണ് മോനെ നീ കയറിയിരിക്കുന്നു. പിറ്റേന്ന് ദിവസം വരുന്നു, എന്താ ലേറ്റായത്? ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അഖില ലോക ഉറക്കകലയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഞാൻ ഉറങ്ങും. ഉറക്കം എൻ്റെ അവകാശം. അപ്പോൾ ഉറങ്ങും. പിറ്റേന്ന് ഈ ഉറങ്ങുന്നോ വരുന്നത് ആരെ തോളിൽ പിടിച്ചിട്ടാ? ഞാനിവൻ്റെ ഒന്നാന്നാ എൽ ജി ആയി. മൂന്നാമത്തെ വൈകി വരുന്നു, ഞാൻ ക്ലാസ് ബങ്കിങ്ങിൻ്റെ ആശാനാണ്, ഞാൻ ക്ലാസ് ബങ്ക് ചെയ്യുന്നു, എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് 3 LGB ആയി. ഇങ്ങനെ അടിസ്ഥാന പ്രശ്നമുള്ള ഒരാളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് കുറേ പാരസൈറ്റുകളെ കൂടി ഉണ്ടാക്കിയ ഒരുതരം എന്താ പറയുക അവിഹിത കൂട്ടുകെട്ടാണ് LGBTQ. അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ പിന്നിൽ ബിസിനസ് ഉണ്ട്, അതിന് ചില ധാർമ്മിക തകർക്കുന്ന ഒരുപാട് സംഗതിയുണ്ട്. ഇപ്പം നമുക്കറിയാം എല്ലാത്തിനും പരിധി വേണമല്ലോ. ഇപ്പം നമ്മളെ പരിപാടി ഒരു പരിധി നിൽക്കണം. നമ്മൾ വൈകുന്നേരം ഒരു പരിപാടി എന്തെങ്കിലും കൊള്ളും നമ്മളെ പറ്റൂല.
അല്ലേ? എല്ലാത്തിനും ഒരു സമാപ്തി വേണം. നമ്മുടെ ലൈംഗിക അഭിനിവേശങ്ങൾക്കും വേണം ഒരു അതിനും പരിധിയൊക്കെ. ഞാൻ ചോദിക്കുന്നത് പറയുന്ന ആൾക്കാരോട്, നിങ്ങൾ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ 21 വയസ്സായ മകളെ കെട്ടിക്കാൻ വേണ്ടി ഒരു പുതിയാപ്പളം കണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് ഓൾ ഒരു ദിവസം വരികയാണ് വണ്ടി ഓടിച്ചുകൊണ്ട്. വണ്ടിയിൽ എന്താ ഉള്ളത്? നല്ലൊരു നായുണ്ട്. നായനുമായിട്ട് വരികയാണ്, ഒരു പുരുഷ നായ. ഓള് പറയണം, അച്ഛാ എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ ഈ നായ മൊത്തം എൻ്റെ ലൈംഗിക ജീവിതം തുടരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നു വെച്ചു. സ്വന്തം കാര്യപരം എല്ലാവർക്കും പൊള്ളും. അങ്ങനെയാണ് ആശയങ്ങളും അങ്ങനെയാണ്. ഇനി അത് ഓളങ്ങനെ പോയി സ്വന്തം അനുജത്തെ കല്യാണം നോക്കുന്നു. അപ്പോൾ ആൾക്കാർ വരാം വന്നിട്ട് പറയുന്നു, ആ വീട്ടിൽ കെട്ടിക്കണം, കാരണം ആ പെണ്ണിൻ്റെ ഇപ്പോൾ നീ കെട്ടാമെന്ന് പെണ്ണില്ലേ, അവളുടെ ഏട്ടത്ത് നായൻ്റെ കൂടെ ജീവിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് പറയുക. വേറെ ഇനി മൂന്നാമത്തെ പെണ്ണ് പറഞ്ഞു, എനിക്ക് നായം വേണ്ട, പിന്നെ മനുഷ്യനും വേണ്ട, എനിക്ക് സെക്ഷൽ ടോയ്സ് ഇഷ്ടം പോലെ കിട്ടും, ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിരുകളില്ലാത്ത വാദങ്ങൾ, ആർക്കും എന്തും പറയാം. നിങ്ങൾ കേട്ടിട്ടായിരിക്കുമല്ലോ അല്ലേ, സൂഫോബിയ. എനിക്ക് ഭർത്താവായിട്ട് പുരുഷനെ വേണ്ട, എനിക്കത് പന്നിയെ മതി, കുരങ്ങിനെ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വന്നു തുടങ്ങി. ചില കുട്ടികൾ പറഞ്ഞു, എനിക്ക് ജീവനുള്ള ആൾക്കാർ തന്നെ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? മരിച്ച ഡെഡ് ബോഡികളാണ്. ഡെഡ് ബോഡികളുമായി സെക്ഷൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞ ആൾക്കാർ. അപ്പോൾ എനിക്ക് ശവത്തിനൊക്കെ വേണം. ഹൈപ്പർ മാർക്കറ്റ്, ലുലു മാർക്കറ്റിലൊക്കെ ഒരു പ്രത്യേകത ശവങ്ങൾ വെക്കുന്നൊരു ഇത് വേണ്ടി വരും. ശവരതി, നെക്രോഫീലിയ, ഇൻസെസ്റ്റ് പോലും അംഗീകരിക്കുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് കുമാരൻ തോന്നാണ്, എൻ്റെ അമ്മ 42 വയസ്സായിട്ടുള്ളൂ, സുന്ദരിയാണ്, എനിക്ക് എൻ്റെ അമ്മയെ മതിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്ന് പറയുന്ന കാലത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇസ്ലാം പറയുന്നത് മൊറാലിറ്റി, അൽ ഹലാലു ബയ്യുനുൻ വൽ ഹറാമു ബയ്യുനു വബൈനഹുമ ഉമൂർ മുസ്തബിഹാത്ത്. എല്ലാത്തിനും പരിധികളുണ്ട് അല്ലേ? ആ പരിധി നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മളിതാ പുറത്ത് കാണുന്ന റോഡാണ്. ആ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മൾ വലതുവശം ചേർന്ന് നടക്കണം. നമ്മൾ റോഡിൻ്റെ ടൗൺ അനുസരിച്ച് സ്പീഡ് കുറക്കണം, ഗിയർ മാറ്റണം, സൈഡ് തിരിക്കണം, എല്ലാം വേണമല്ലോ. എന്നതുപോലെ നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. അതിനെന്ത് വേണം? നിയമങ്ങൾ വേണം. ആ നിയമങ്ങളില്ലാതെ വന്നാൽ ലോകം മൊത്തം തകിടം മറിയാണ് ചെയ്യുക, അരാജകത്വം ഇവിടെ അരങ്ങുവാഴുകയാണ് ചെയ്യുക. താങ്ക് യു. നമ്മൾ സമയം അവസാനിക്കുന്നു. അവസാനം ഒരു പോയിന്റ് കൂടി നമ്മൾ സ്പർശിക്കണം എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ വളർന്നു വരുന്ന ജാതീയത എന്ന് പറയുന്നത് ഒരുപാട് കാലം നമ്മൾ പോരാടിയ ഒരു വലിയ വ്യാപ്തിയാണ്. അംബേദ്കറുടെ ചരിത്രം വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സാധനങ്ങൾ കാണും. അദ്ദേഹം വളരെ റിച്ചായിരുന്നു, സാമൂഹികമായിട്ട് നല്ല റിച്ചായിരുന്നു. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അച്ഛൻ പട്ടാളത്തിൽ സുബേദാറായിരുന്നു, വലിയ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. സാമൂഹികമായി ഉയർന്ന നിലവാരത്തിൽ നിൽക്കേണ്ട അദ്ദേഹം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പുറത്തുപോയി പഠിച്ച ആളാണ്, ബാരിസ്റ്ററാണ്, ഇന്ത്യയിലുള്ള ഒരുപാട് തൊഴിലവകാശ നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത മനുഷ്യനാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ. അങ്ങനെയുള്ള ഒരാൾ മെഹർ സമുദായക്കാരനായി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഒരു തരത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അന്നത്തെ പ്രൊവിഷനുകളിൽ നിന്ന് ജയിപ്പിക്കാത്തത് കൊണ്ട് അന്ന് അദ്ദേഹത്തെ ബംഗാൾ രാജ്യത്തിൽ നിന്ന്, ബംഗാൾ എന്ന് പറയുന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന, കൽക്കത്ത ഉൾപ്പെടുന്ന ആ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിപ്പിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് അതിനുശേഷമാണ് അദ്ദേഹം ഭരണഘടനയുടെ ശില്പിയാവുന്നത്. ആ അത്രയും ഭീകരമായ ജാതീയത ഇന്ത്യയിലുണ്ടായിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ നന്നായി പോരാടി വളരെ ശക്തമായ ഭരണഘടന അതിനെതിരെ പ്രവർത്തിച്ചു. കുറഞ്ഞു വരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് ശക്തമായി തിരിച്ചു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ആളുകളെ വീണ്ടും വരാന്തയിലേക്ക് ഇറക്കാനുള്ള പണിയല്ലേ? എങ്ങനെയാണ് നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൃത്യമായി ഇടപെടുന്ന, ആക്റ്റീവായിട്ട് നിൽക്കുന്ന, പൊതുബോധത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഉസ്താദ്, അത് നന്നായി കാണുന്നുണ്ടോ? നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സും അതിനനുസരിച്ചിട്ട് ബ്രാഹ്മണിക്കൽ ഹെഗിമണിയെ വളരെയധികം വലുതാക്കിക്കൊണ്ട്, രാജാവിനെ രാജാവെന്ന് വിളിച്ചുകൊണ്ട്, രാജാധികാരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു വരുന്നു. അതല്ല, ജാതിയുമായി താഴ്ന്ന ആളുകളെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള വാളുകൾ എല്ലാ തരത്തിൽ നിന്നും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ജാതീയമായി, മതപരമായി ന്യൂനപക്ഷങ്ങളായ, അതല്ലെങ്കിൽ കൺസിഡറേഷൻ അർഹിക്കരുത് എന്ന് ഒരു ബ്രാഹ്മണിക്കൽ സൊസൈറ്റി തീരുമാനിച്ച ആളുകൾ എന്താകുന്നു? അവരെ വരാന്തയിൽ തള്ളാനുള്ള പ്രവർത്തനങ്ങൾ, അത് IIT-യിലായാലും IIM-ലായാലും ഡോക്ടറെടുത്തായാലും വൈദ്യരെടുത്തായാലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഒരു പരിശ്രമം കൂടി നടന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ വരാന്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. ജാഗരൂകരാകുക എന്നുള്ളതാണ്. ചില ആളുകളെ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അവരെന്ത് ന്യായം പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ
ഇങ്ങനെ ഒരു ന്യായമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിടത്തേക്ക്. നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ കിടക്കുന്ന ആളുകളൊന്നുമല്ല, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഡിഗ്രിയും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾ ഇന്ന ആയതുകൊണ്ട് മാത്രം, അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മതം പോലും അവരുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നം ജാതിയാണ്. ജനിച്ചത് കൊണ്ട്, ഇന്ന സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വരേണ്ടിയിരുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ നന്നായി സംസാരിക്കാൻ പറ്റിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മക്കൊരു അസുഖമായതുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ വരാൻ പറ്റാതിരുന്നാണ്. ഈ രീതിയിൽ നമ്മളുടെ സമൂഹത്തിൽ ജാതീയത കൂടി ഉയർന്നു വരുന്നൊരു കാലത്താണ് ഈ സാഹിത്യോത്സവം സംഭവിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ജാഗ്രതയാണ് ഈ വരാന്തയിലേക്ക് ആളുകൾ വരാതിരിക്കാനും വന്ന വരാന്തയിൽ നിന്ന് തിരിച്ച് നമ്മളുടെ റിസപ്ഷനിലേക്കും ഹാളിലേക്കും ഡൈനിങ് റൂമിലേക്കൊക്കെ ആളുകളെ കയറ്റാനുമുള്ള ടൂള് നമ്മുടെ ജാഗ്രതയും നമ്മുടെ നിതാന്തമായ പ്രവർത്തനവുമാണ് എന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉസ്താദ് ഈ വിഷയത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരത് സാർ സൂചിപ്പിച്ചതുപോലെ അത്യധികം അപകടകരമായ അവസ്ഥയിലേക്ക് ജാതീയത വരികയും അതിൻ്റെ പിന്നിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് ആയതിലേക്ക് കാര്യങ്ങൾ നീക്കുകയും വളരെ കോർ ആയിട്ടുള്ള ഒരു സമൂഹം മാത്രം ഹെജ്മോണിക്കായി മാറുകയും ബാക്കി എല്ലാവരും ഘട്ടമായി തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കവിടെ നമ്മുടെ ഇസ്ലാമികമായ ദർശനം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, അരമ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രപ്രസിദ്ധമായ ആ മക്ക പത്തിൽ നിന്ന് കൂട്ടത്തിൽ തൊലികറുത്തവനായ ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ട് അല്ലേ ആ കർമ്മം നിർവഹിച്ചതും അവിടെ ബാങ്ക് വിളിപ്പിച്ചതും നബിതങ്ങൾ അസുഖമായിട്ടോ അല്ല മറ്റോ യാത്ര പോകുന്ന സമയത്ത് മദീന പള്ളി ഇമാം നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മക്തും ആയിരുന്നു. അതൊക്കെ എനിക്ക് വളരെ വലിയ ആദരവാണ്. ലാ ഫളല ലി അറബിയൻ അല അജമീൻ വലാലി അജമീൻ അല അറബിയൻ വലാലി അസുവദ അല അബിയല വലാലി അബിയല അല അസുവദ. ഇതിനേക്കാൾക്ക് വലിയ ഗ്ലോബൽ പ്രഖ്യാപനം വേറെന്താ വേണ്ടത്? മാനുഷിക ഈ തുല്യതയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അതെ. ഇന്ന് മാത്രമല്ല അത് പിൽക്കാല സമൂഹങ്ങൾക്ക് കാണിച്ചു തന്നു. ആരും വലിയ ആളായി രാജാവായി നിൽക്കാതെ, നമുക്കറിയാം അബൂ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഉമർ താബ് ഇങ്ങനെ നിരീക്ഷിക്കും. അപ്പോൾ സുബഹിസ്കാരം ആളെ പെട്ടെന്ന് കാണൂല. അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, എങ്ങോട്ടാണ് പോകണം നോക്കണോ. ഉമർ താബ് എല്ലാം പതിഞ്ഞു പോയി. അപ്പോൾ ഇന്നൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വരിക ഖലീഫ. അപ്പോൾ ഒരു സമയം ഇങ്ങനെ പാളി നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഒരു വീട്ടിൽ ഒറ്റക്ക് പ്രായം ചെന്നൊരു ഉമ്മ ഇങ്ങനെ കിടക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ ഖലീഫയാണ്, അവിടുത്തെ ഏറ്റവും വലിയ പരമാധികാരിയാണ്. ആ വീട്ടിൽ കയറിയിട്ട് ആ ഉമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു, ആ വീട് വൃത്തിയാക്കുന്നു, പാത്രങ്ങൾ കഴുകി കൊടുക്കുന്നു, ആ ഉമ്മയ്ക്ക് ഭക്ഷണം വെച്ച് ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ടിട്ട് അപ്പോൾ ഉമർ ബിൻ ഖത്താബ് കരഞ്ഞുപോയി. ശൗര്യനായ അങ്ങേയറ്റം നമുക്കറിയാം ധീരതയുടെ കാര്യത്തിൽ പേര് പറയപ്പെടുന്ന ഉമർ ഖത്താബ് എന്താ സംഭവിച്ചത്? രാത്രി ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി നടത്തു നോക്കുമ്പോൾ ഒരു വീട്ടിലെത്തിയപ്പോൾ കേൾക്കുന്നത് ഒരു പെണ്ണ് പ്രസവവേദന കൊണ്ട് പൊളയുന്നതാണ് അല്ലേ. അപ്പോൾ ഉടൻ ഓർഡർ കൊടുക്കുകയല്ല, വീട്ടിൽ ചെന്ന് സ്വന്തം രാജ്യത്തിൻ്റെ ഉമർത്താവ് രാജാവും രാജ്ഞിയാണല്ലോ, അയക്കുകയാണ് പോയി ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ അധസ്ഥിതരോടൊപ്പവും ആരെല്ലാം എവിടെയെല്ലാം വേദനിക്കുന്നുവോ അവരുടെ എല്ലാം കൂടെ അത് മനുഷ്യനെന്ന് പോലും നമുക്കറിയാം. റിഫായ് ഷേഖിൻ്റെയൊക്കെ ചരിത്രത്തിൽ കുഷ്ഠരോഗം വന്ന് ആട്ടിപ്പായിക്കപ്പെടുന്ന നായെ ആത്മീയ ഗുരുവാണ്, മഹാനവൃഗ നായം കൊണ്ട് പോവുകയാണ്, നാട് വിട്ട് പോവാണ്. വേറൊരു മലഞ്ചെരുവിൽ പോയി അവിടെ ടെൻറ്റ് കെട്ടി 40 ദിവസത്തോളം വെള്ളം ചൂടാക്കിയിട്ട് ആ കുഷ്ഠരോഗം പിടിച്ച് പുഴുത്ത ആ നായെ ശുശ്രൂഷിച്ച് കൊണ്ടുവന്ന ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ സ്പന്ദിക്കുന്നൊരു ഹൃദയം വേണം. നമ്മുടെ എല്ലാം ചുറ്റുപാടുകളിൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. ഞാൻ ശരി സാർ ഇരുത്തിപ്പറ അദ്ദേഹമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇതേപോലുള്ള സാഹിത്യോത്സവങ്ങളുണ്ട്, മദ്രസകളുണ്ട്, പള്ളികളുണ്ട്, മുത്താലിമ്യങ്ങളുണ്ട്, മുദരിസുമാരുണ്ട്, മുഅദ്ദിന്മാരുണ്ട്, മുതവല്ലിമാരുണ്ട്, പഠന ക്ലാസ്സുകളുണ്ട്, പ്രഭാഷണ പരമ്പരകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ നാട് വിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ പഠിക്കുവാനോ ശാസ്ത്രീയമായി മതം പഠിക്കുവാനോ എന്നുള്ള അവസരങ്ങളൊന്നുമില്ലാത്ത ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഉമ്മത്തുകൾ വിവിധ ഭാഗങ്ങളുണ്ട്. ശരൺസാർക്ക് പലപ്പോഴും ബീഹാറിലും ഹരിയാനയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി SF-ൻ്റെ കീഴിലൊക്കെ പ്രവർത്തനം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടി ഈ ഒരു വെളിച്ചം, ഈ ഒരു മൂല്യം, ഈ ഒരു ദർശനം, ഏറ്റവും ഈ ഒരു മനുഷ്യപ്പറ്റ് നമ്മുടെ സഹജീവികളിൽ കൂടെ എത്തിക്കുവാൻ നമ്മുടെ സംഘടനാ ബന്ധങ്ങളെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നല്ല മനുഷ്യരായി, നല്ലവരിലേക്ക് നന്മ വിതറുന്ന മനുഷ്യരായി ക്രൂശിക്കപ്പെടുന്നത് ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും അവിടെ മതം നോക്കാതെ ജാതി നോക്കാതെ
മാനവികത എന്ന ഒറ്റ വിലാസത്തിൽ ഒന്നിച്ചു നിൽക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് ഉണ്ടാവട്ടെ. നമ്മുടെ നേതാക്കന്മാർ സുൽത്താനുലമ എ പി ഉസ്താനെ പോലെയുള്ള ആളുകൾ, അതിനു മുമ്പുള്ള എല്ലാ മശായിഖന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് അത്തരത്തിലുള്ള സാർവദേശീയ മാനവികതയുടെ വലിയ ഒരു അധ്യായമാണ്. അതേ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ. ആയതിനുള്ള ഒരു ഊർജ്ജമായി, ഒരവസരമായി ഇത്തരത്തിലുള്ള പരിപാടികൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.